സിനിമാ ലോകത്ത് സ്റ്റാർ വാല്യൂവിന്റെ കാര്യത്തിൽ വിജയ് വർമ്മയേക്കാൾ തമന്നയ്ക്ക് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്. തമന്നയ്ക്കിപ്പോൾ 35 വയസ്സ് പ്രായമുണ്ട്. വിജയ് വർമ്മ 38 വയസ്സുകാരനാണ്. ഇന്നോ നാളെയോ തങ്ങൾ ജീവിതത്തിൽ ഒന്നിക്കുമെന്ന വാർത്ത തമന്ന ഭാട്ടിയും വിജയ് വർമ്മയും ചേർന്ന് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകരുടെ മുന്നിലേക്കാണ് ആ വാർത്ത വരുന്നത്. എന്നാൽ ആരാധകർ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. 2 വർഷത്തെ പ്രണയത്തിനു ശേഷം തമന്നയും വിജയ് വർമ്മയും പിരിയുന്നുവെന്നായിരുന്നു മാധ്യമ റിപ്പോർട്ടുകളിലൂടെ പ്രചരണം വന്നത്. 2022 പ്രണയം ആരംഭിച്ച തമന്നയും വിജയ് വർമ്മയും അധികം വൈകാതെ വിവാഹം ചെയ്യുമെന്നതായിരുന്നു പ്രതീക്ഷയെങ്കിലും അത് തെറ്റി. ഇനിയും സുഹൃത്തുക്കളായി തുടരാനാണ് ഇരുവരുടെയും തീരുമാനം. 2023 ജൂണിലായിരുന്നു വിജയ് വർമ്മയുമായുള്ള ബന്ധം നടി തമന്ന സ്ഥിരീകരിച്ചത്. എന്നാൽ 2 വർഷത്തെ പ്രണയത്തിനൊടുവിൽ താരങ്ങൾ വേർപിരിഞ്ഞിരിക്കുകയാണ്. തമന്ന ഒരു കാര്യത്തിൽ മുന്നോട്ട് വെച്ച നിബന്ധനയാണ് വേർപിരിയലിന് കാരണമായതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. എത്രയും വേഗം വിവാഹം നടത്തണമെന്നായിരുന്നു താരത്തിന്റെ ആഗ്രഹം. എന്നാൽ തമന്നയുടെ ഈ തീരുമാനത്തോട് വിജയ് വർമ്മ കൃത്യമായി പ്രതികരിച്ചില്ല. ഇരുവർക്കുമിടയിൽ വലിയ തർക്കമുണ്ടായതോടെ വേർപിരിയലിലേക്ക് കലാശിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെയാണ് ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തതും. നേരത്തെ തന്നെ ഇരുവരും വേർപിരിയുന്നുവെന്ന വാർത്ത പുറത്തുവന്നിരുന്നു. അതേസമയം പ്രണയം അവസാനിപ്പിക്കുകയാണെങ്കിലും ഇരുവരും നല്ല സുഹൃത്തുക്കളായി തുടരുമെന്നും സൗഹൃദത്തിന് ബ്രേക്കപ്പില്ല എന്നും പറയുന്നുണ്ട്. താരങ്ങൾ അവരവരുടെ പ്രൊജക്ടുകളുടെ തിരക്കിലാണ്. മാത്രമല്ല താനിപ്പോൾ ജീവിതത്തിൽ വളരെ സന്തോഷവതിയാണെന്നും വിവാഹം എന്നത് സാധ്യത മാത്രമാണെന്നും തമന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. കരിയറിനും വിവാഹത്തിനും തമ്മിൽ ബന്ധമില്ല. വിവാഹം കഴിഞ്ഞാൽ പോലും അഭിനയം തുടരുമെന്നും തമന്ന പ്രതികരിച്ചിരുന്നു. എന്നാൽ വിജയിയും തമന്നയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ലെങ്കിലും യഥാർത്ഥ കാരണമെന്ന് പറയപ്പെടുന്ന വിഷയം പുറത്തുവരികയും ചെയ്തുവെന്നാണ് ആരാധകർ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.